ചേരുന്നു. കെ സജീഷിന്റെ വിശകലനമായ. സജീഷ്, ഇപ്പോൾ CPM സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവാണ്. ഇപ്പോൾ PP ദിവ്യയുടെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, നടപടിയിലേക്ക് പോകുമ്പോൾ അസാധാരണമായ സാഹചര്യത്തിലെ അസാധാരണ നടപടി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഒരു മന്ത്രിയുടെ രാജി എന്നത് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഒരു കുറ്റത്തിന് 2 ശിക്ഷയോ എന്ന വാദം അവിടെ ചോദിക്കുമ്പോഴും കോടതിയിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തെയാണ്. അന്വേഷണം പൂർണ്ണമായും സജി ചെറിയാൻ അനുകൂലമാക്കാൻ മൊഴികളെടുത്തില്ല, തെളിവ് പരിശോധിച്ചില്ല എന്നടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങൾ അവിടെ വരികയാണ്. അപ്പോൾ ഇതിൽ എന്താണ് പാർട്ടി നൽകുന്ന മറുപടി? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധത്തിലാണ് എന്ന് പറയേണ്ടി വരും. ഒറ്റ കാര്യം മാത്രമാണ് പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കാനുള്ള ഒരു വാദം. ഇത് മാത്രമാണ്. സജി ചെറിയാൻ ഈ തെറ്റിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ വിവാദത്തിൽ ഒരു തവണ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അത് ഈ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹത്തെ നീക്കിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നിരുന്നു. അതിനുശേഷം അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലെടുത്തത്. ഇപ്പോൾ കോടതി ഒരു തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ ആ അന്വേഷണം തുടരട്ടെ. അതിനുശേഷം അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷം ഇക്കാര്യത്തിൽ, അതായത് വീണ്ടും ശിക്ഷ നൽകണമോ അല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നത്. അത് മാത്രമാണ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വിശദീകരണം. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന വിശകലനവും ഇത് തന്നെയാണ്. പക്ഷേ ആ ഒരു ന്യായീകരണത്തിൽ CPM-നോ സർക്കാരിനോ സജി ചെറിയാനോ നിൽക്കാനാകുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അന്ന് സജി ചെറിയാൻ, അതായത് 2022 ജൂലൈ 6 രാജിവെക്കുമ്പോൾ സജി ചെറിയാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഈ സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് താൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് നീതിയാവില്ല, അതുകൊണ്ട് തന്നെ ധാർമ്മികമായി ആ പദവി ഞാൻ ഉപേക്ഷിക്കുകയാണ്, മന്ത്രിസ്ഥാനത്ത് രാജിവെക്കുകയാണെന്നാണ്. ധാർമ്മിക പ്രശ്നം ഉയർത്തി സജി ചെറിയാൻ അന്ന് രാജിവെച്ച അതേ സാഹചര്യം ഇന്നും നിലനിൽക്കുമെന്നാണ്. ഇന്ന് ഒരു തുടരന്വേഷണം, അതായത് ഒരു പുതിയ ടീമിനെ വെച്ചുള്ള തുടരന്വേഷണമാണ്. സ്വാഭാവികമായിട്ടും പുതിയ ടീമിനെ വെച്ച് ഒരു തുടരന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യത്തിന് CPM-ന് മറുപടിയില്ല. അതായിരിക്കും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അന്ന് സജി ചെറിയാൻ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോടതി ഉത്തരവോടുകൂടി അന്വേഷണ ഏജൻസികൾ കൂടി, ആഭ്യന്തര വകുപ്പ് കൂടി പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. വലിയ ഗുരുതരമായ ആരോപണം നേരിട്ട ഒരു കേസിൽ എത്ര അലസമായിട്ടാണ്, എത്ര ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടാണ് അന്വേഷണം മുന്നോട്ട് പോയതെന്ന് അക്കമിട്ട് ഹൈക്കോടതി നിരത്തിയിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായ പെൻഡ്രൈവോ CD-യോ ദൃശ്യങ്ങളോ ഒന്നും എടുത്തില്ല. മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചില്ല. പ്രധാനപ്പെട്ട ആളുകളുടെ മൊഴി എടുത്തില്ല. അനുകൂലമായി ലഭിക്കാവുന്ന മൊഴികൾ മാത്രം എടുത്തുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി ആ അന്വേഷണ സംഘത്തെയും ആ കേസ് ഷീറ്റിനെയും പരിഗണിച്ചത്. അതുകൊണ്ട് അത് അപ്പാടെ ഹൈക്കോടതി റദ്ദു ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സജി ചെറിയാനൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും സർക്കാരും CPM-ഉം സജി ചെറിയാനും മറുപടി പറയേണ്ടി വരും. അതായിരിക്കും വരും ദിവസങ്ങളിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. തീർച്ചയായിട്ടും.